ഓൺലൈനിൽ ഇവർ കുറേ ഇവന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് കുറച്ചും കൂടി നമ്മളെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് അതൊക്കെ രസമായിരുന്നു. കുറേ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് വസീം എന്നാണ്. ഞാൻ ഇവിടെ കോഴിക്കോട് തന്നെയാണ് വീടും കാര്യങ്ങളും. റീസെൻ്റ്ലി ഞാൻ ഇവിടെ ഹോണ്ടയിൽ വർക്ക് ചെയ്യായിരുന്നു 3 years ആയിട്ട്. എൻ്റെ ഡിഗ്രിയും കാര്യങ്ങളും ഞാൻ ഫറൂഖ് കോളേജിലാണ് കഴിഞ്ഞത്. പിന്നെ ഞാൻ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. മീൻസ് ഒരു ചേഞ്ചിന് പോയതായിരുന്നു, ജോബ് ഹണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഓൺലൈനായിട്ടൊരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാരിസൺ ഗോ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാരിസൺ ഗോയിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഹാരിസൺ ഗോയിലെത്തി. ഒരു 6 months ടൈം എടുത്തു കോഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ചും കൂടി സിമ്പിളായിരുന്നു കാര്യങ്ങൾ പഠിക്കാനും ഇതൊക്കെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഈവനിങ് ടൈമായിരുന്നു. മീൻസ് മോർണിംഗ് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സിമ്പിളായിരുന്നു. ഇനിയിപ്പം മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെബ്സൈറ്റിൻ്റെ ക്ലാസ് ആണെങ്കിൽ എമിലേജിൻ്റെത് നമുക്ക് ത്രൂ ഔട്ട് എല്ലാ ക്ലാസ്സും വീഡിയോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും വെബ്സൈറ്റും കാര്യങ്ങളാണ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റാണ് ഇതിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ക്ലാസ് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായി തോന്നിയിട്ടുള്ളത് ഇവിടെ. ബാക്കി കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ്. ഓൾ ഓവർ കോഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. റീസെൻ്റ്ലിയാണ് ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ആയത്. പിന്നെ എനിക്ക് വെബ്സൈറ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞ പാടെ തന്നെ ഓൾറെഡി നമ്മളോട് ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വെബ്സൈറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മീൻസ് ദുബായ് ബേസ്ഡ് ആണ് ആള്. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എംഗ്ലേജിൻ്റെ ക്ലാസ്സൊക്കെ ഓൾറെഡി നമുക്ക് വീണ്ടും അത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. മീൻസ് അത് കണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിരുന്നു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തു. ഈ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.